നമസ്കാരം. സ്പോൾ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിലെ മുഖ്യപ്രതി ഡോക്ടർ MK റാമിന്റെ അറസ്റ്റിലെ വീഴ്ച പോലീസിനെതിരെ ഏറെ വിമർശനത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. പോലീസ് വീഴ്ചയിൽ ഡിവൈഎസ്പിയെ ശകാരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഡിവൈഎസ്പി ആയിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 10-ൽ 9-ലും വീഴ്ചയില്ല. ഇതിൽ മാത്രം എങ്ങനെ വീഴ്ച പറ്റി എന്ന് കോടതി ചോദിക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താൻ ആണോ ശ്രമം എന്നും കോടതി ചോദിച്ചു. കോടതി മുറിയിലെ മൈക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചതിനെയും ജഡ്ജി അതിരൂക്ഷമായാണ് വിമർശിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, പോലീസ് ഉദ്യോഗസ്ഥനെ അടക്കം അതിരൂക്ഷമായി വിമർശിക്കുന്ന, ഗൗരവതരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, അതായത് പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്ന് കോടതിയുടെ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന തരത്തിൽ ആണല്ലോ ഇന്ന് കോടതി നടപടികൾ ഉണ്ടായത്. അതെ അഭിലാഷ്, നേരത്തെ തന്നെ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട ഏക പ്രതിയാണ് ഡോക്ടർ റാമിനെ പിടികൂടുന്നതിൽ വലിയ വീഴ്ച തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നത്. അത് നേരത്തെ തന്നെ കോടതി അത്തരത്തിൽ പരാമർശം നടത്തി. സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ട് പോലും റാമിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം ഒരു വിധേനയും കടന്നിരുന്നില്ല. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ റാം ജാമ്യം കിട്ടി പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷമായിട്ടുള്ള വിമർശനമായിരുന്നു ഹൈക്കോടതി ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും പിന്നീട് ആഭ്യന്തര വകുപ്പ് അടക്കം ഇതിൽ വീഴ്ച സമ്മതിക്കുകയും ചെയ്തു. പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയി. ഇന്നലെ കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ പോലും ഡിവൈഎസ്പിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യട്ടെ എന്നൊരു പരാമർശം കൂടി നടത്തുകയും ചെയ്തു. എന്തായാലും ഇന്ന് ഡിവൈഎസ്പിയും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും എസ്പിയും അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് ഹാജരായപ്പോഴാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയായിരുന്നു ഇന്നും കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി ഡിവൈഎസ്പിയെ തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചതിന് ശേഷമാണ് ചില ചോദ്യങ്ങൾ ചോദിച്ചത്. അത് ഇപ്രകാരമാണ്: ഡിവൈഎസ്പി ആയിട്ട് എത്ര നാളായി? ഇതുവരെ എത്ര അറസ്റ്റ് രേഖപ്പെടുത്തി? ഡിവൈഎസ്പി ആയിട്ട് 10-ൽ 9-ലും വീഴ്ചയില്ല. ഇതിൽ മാത്രമാണോ വീഴ്ച പറ്റിയിരിക്കുന്നത്? അറസ്റ്റിലെ നടപടിക്രമങ്ങളെ കുറിച്ച് അറിയില്ലേ? പ്രതിക്ക് അറസ്റ്റിന്റെ കാര്യങ്ങൾ അറിയിക്കാത്തത് അത് മനഃപൂർവ്വമാണോ? ഈ കേസുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥർ നിരന്തരം വിളിച്ചിരുന്നില്ലേ? ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താനാണോ ഈ ശ്രമം? പ്രത്യേകിച്ച് തൂഫാൻ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നുണ്ട്. ഇതുവരെയും ആഭ്യന്തര വകുപ്പിന് ഒരു മുറിവും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ മുറിവ് പറ്റിയിരിക്കുന്നത് കഴുത്തിനാണ്. അങ്ങനെ സംഭവിച്ചാൽ ആൾ മരിച്ചു പോകും ഡിവൈഎസ്പി എന്നുകൂടി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കോടതി പരാമർശം നടത്തിയിരിക്കുന്നത്. ഒപ്പം നിയമം അറിയുന്നവർ, നിങ്ങൾ വീഴ്ച വരുത്തിയത് മനഃപൂർവ്വമാണ്. കോടതിക്കും നീതിക്കും അന്യം നിന്ന് പോയിട്ടില്ല. പോലീസ് വിചാരിച്ചാൽ ആരെയും എന്തും ചെയ്യാനാകില്ല എന്ന ഒരു താക്കീത് കൂടിയാണ് പോലീസുകാർക്കും അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കുമായി കോടതി നൽകിയത്. ഒപ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കും എന്നുകൂടി കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയ പക്ഷേ ഡിവൈഎസ്പി പറഞ്ഞത് തനിക്കെതിരെ നടപടി എടുക്കരുത് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്തായാലും അടുത്ത രണ്ടാഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. അപ്പോഴായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതിലടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു കൃത്യത വരുത്തുവാൻ കഴിയുകയുള്ളൂ. ഇത് ഒരു പ്രതിയെയും രക്ഷിക്കാനാകില്ല എന്ന കാര്യം കൂടി കോടതി ഇന്ന് ഡിവൈഎസ്പിയോട് പരാമർശമായി നടത്തിയിട്ടുമുണ്ട്. അഭിലാഷ്, തീർച്ചയായും ഇതിൽ നവമി, നമുക്ക് ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം അറിയാം. നിതിൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം പിന്നീട് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലമുണ്ടാകുന്നു. റാം എവിടെ എന്ന ചോദ്യം ഉയരുന്നു. സംസ്ഥാനത്ത് തന്നെ ഒരു ഹർത്താലിന് വഴിയൊരുക്കിയ മരണം കൂടിയായിരുന്നു അത് എന്നത്. പക്ഷേ റാം ഏറെക്കാലം ഒളിവിൽ കഴിഞ്ഞ പശ്ചാത്തലമുണ്ടാകുന്നു. അതിനുശേഷം സുപ്രീം കോടതി വരെ റാം പോയ പശ്ചാത്തലമുണ്ടാകുന്നു. അവിടെ നിന്നുൾപ്പെടെ തിരിച്ചടി ഉണ്ടാകുന്നു. അതിനുശേഷമുള്ള അറസ്റ്റിൽ പോലും വീഴ്ച സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രമേൽ ഗൗരവമായ, കേരളമേറെ ചർച്ച ചെയ്യപ്പെട്ട, എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിലാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു വീഴ്ചയുണ്ടാകുന്നത്. ആ ഗൗരവത്തോടു കൂടി തന്നെയല്ലേ കോടതി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തത് അല്ലെങ്കിൽ പരിഗണിച്ചത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്?
തീർച്ചയായും അഭിലാഷ്, കാരണം അത്തരത്തിൽ രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ ഹർജിയല്ല മറ്റൊരു ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി ഈ നിതിൻ രാജിന്റെ കേസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുകയും എന്തുകൊണ്ടാണ് റാമിനെ പോലുള്ള ഒരാളെ, ഒരു ഡോക്ടറാണ്, അയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സ്വാധീനം പ്രതിക്ക് മേൽ ഉണ്ടായോ എന്ന ചോദ്യങ്ങളൊക്കെ കോടതി നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയും അന്വേഷണ ഉദ്യോഗസ്ഥന് എതിരെ നടപടിയെടുക്കാനുള്ള ഒരു ശുപാർശ നൽകട്ടെ എന്ന് കീഴ്ക്കോടതി ഇന്നലെ ചോദിക്കുകയും ചെയ്തു. അത്തരത്തിൽ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കോടതി ഈ കേസിനെ പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് സുപ്രീം കോടതി വരെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം പ്രതിക്ക് നൽകി കേരള പോലീസ് എന്ന് പറയുന്നത് വലിയ വീഴ്ചയായി തന്നെയാണ് ഹൈക്കോടതി ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെടുകയും അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് എസ്പിയും ഡിവൈഎസ്പിയും ഇന്ന് നേരിട്ട് ഹാജരായതിനു ശേഷം ഡിവൈഎസ്പി അടുത്ത് വിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോടതി ചോദിക്കുകയും ചെയ്തു. ഒപ്പം പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയല്ലേ പോലീസ് നടത്തുന്നത്? ഈ കേരള പോലീസിനെ, പ്രത്യേകിച്ച് പുതിയ ആഭ്യന്തര വകുപ്പിനെ അപകീർത്തിപ്പെടുത്തണം അല്ലെങ്കിൽ അവരെ നാണം കെടുത്തണമെന്ന് എന്തെങ്കിലും അജണ്ടയുണ്ടോ കേരള പോലീസിന് അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് എന്നുകൂടി ഇന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു എന്നത് തന്നെയാണ് ഈ കേസിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കോടതി കാണുന്നത് എന്നതിന് ഉദാഹരണം. പ്രത്യേകിച്ച് ഏക പ്രതിയാണ് റാം. ഇതിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമോ, അന്വേഷണം ഇനി ഏത് വിധേനെ മുന്നോട്ട് പോകും എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സാധാരണക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന് കാരണക്കാരനായ വ്യക്തിയെ, പ്രതിയെ പിടികൂടാതെയുള്ള പോലീസിന്റെ ഇത്തരത്തിലുള്ള നാടകീയമായിട്ടുള്ള നീക്കങ്ങളെ തന്നെയാണ് ഹൈക്കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. തീർച്ചയായും അവിടെ നവമീത എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് സുധീർ കല്ലനോട് ചോദിക്കുന്നു. 22 വർഷം എന്ന് അദ്ദേഹം മറുപടി പറയുന്നു. ഈ അടുത്ത കാലത്ത് എത്ര അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന ചോദ്യത്തിന് 10 അറസ്റ്റുകളിൽ 9 എണ്ണത്തിലും പിഴവുണ്ടായിട്ടില്ലല്ലോ എന്ന് കോടതി തന്നെ ചോദിക്കുന്നു. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത്, ഇതിപ്പോൾ ഒരു പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു അറസ്റ്റ് അല്ലല്ലോ നവമി. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി വരെ റാം പോയതാണ്. അവിടെ നിന്ന് തിരിച്ചടി വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴും അറസ്റ്റ് ഉണ്ടായില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. പിന്നീട് വീണ്ടും ഈ വിഷയം കത്തിവന്ന സാഹചര്യത്തിൽ ആണ് ഒരു അറസ്റ്റിലേക്ക് പോയത്. ആ അറസ്റ്റിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല. എന്തിന് അറസ്റ്റ് എന്ന് അറസ്റ്റിന് വിധേയനാക്കപ്പെടുന്ന ആൾ അറിയണം എന്നതൊരു പ്രാഥമികമായ നിയമമാണ്. ഇത്രയും സുപ്പീരിയറായ പരിചയ സമ്പത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പിഴവ് വരുത്തുന്നു എന്നത് കോടതിക്ക് അവിശ്വസനീയമായി തോന്നുകയാണ്. കോടതി ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓപ്പറേഷൻ തൂഫാൻ പോലെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന പ്രവർത്തനങ്ങൾ ആഭ്യന്തര വകുപ്പ് നടത്തുമ്പോൾ അതിൻ്റെ ശോഭ കെടുത്തുകയാണോ എന്ന് ചോദിക്കുമ്പോൾ കോടതി പ്രാഥമികമായി വിലയിരുത്തുന്നത് എന്താണ്? ഇത് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രതിക്ക് വീണ്ടും രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കിക്കൊടുത്തോ എന്ന സംശയമാണോ കോടതി ഉയർത്തുന്നത്? അതെ, മറ്റ് ഇതുവരെ അന്വേഷിച്ച അന്വേഷണങ്ങളിൽ ഒന്നും വീഴ്ച വരുത്താത്ത ഡിവൈഎസ്പി എന്തുകൊണ്ടാണ് നിതിൻ രാജിന്റെ മരണത്തിൽ ഇത്രയും വലിയ വീഴ്ച വരുത്തിയത്? പ്രത്യേകിച്ച് റാമിനെ പോലുള്ള പ്രതിക്ക് സുപ്രീം കോടതി വരെ പോകാനുള്ളൊരു സമയം അതെന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയത്? ഇപ്പോൾ കോടതിയിൽ നിന്ന് പോലും, സുപ്രീം കോടതിയിൽ നിന്നും റാമിന് തിരിച്ചടി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്? അതിൽ നൽകിയ വിശദീകരണം വാക്കാൽ പറഞ്ഞു എന്നാണ്. പക്ഷെ അത് മാത്രമല്ലല്ലോ, ഒരു നിയമ സംവിധാനത്തെ അനുസരിച്ച് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നിയമത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിൽ പഴുതുകൾ തുറന്നു വിട്ടുകൊണ്ട്, അതായത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ തുറന്നു വിട്ടുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് അന്വേഷണ സംഘം കടന്നതെന്ന് പറയുമ്പോൾ കോടതി അതിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല എന്നൊരു തോന്നൽ പോലീസിനുണ്ടാകരുത്, അല്ലെങ്കിൽ പോലീസിന് എന്തുമാകാം എന്നൊരു ധാരണ പാടില്ല എന്നുകൂടി കോടതി പരാമർശിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. എന്തിനാണ് സുപ്രീം കോടതി വരെ പോകാൻ പ്രതിക്ക് അവസരം നൽകിയതെന്ന് ചോദിക്കുന്നു. സാധാരണക്കാരന്റെ കാര്യം നോക്കാൻ ഇവിടെ കോടതിയുണ്ട്, അത് ഓർമ്മിപ്പിക്കട്ടെ എന്നുകൂടിയാണ് ഹൈക്കോടതി പറഞ്ഞത്. നടപടി എടുക്കരുത് എന്നായിരുന്നു ഡിവൈഎസ്പി പറഞ്ഞത്. അതിനു മുൻപ്
വീഴ്ചയിൽ നടപടി ഉണ്ടാകുമെന്ന് ഡിവൈഎസ്പിയോട് കോടതി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നടപടി എടുക്കരുത് എന്ന്. പക്ഷേ കോടതിയിൽ നിന്നും എന്തായാലും ഇത്രയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ, വലിയ രീതിയിൽ ഈ ഒരു കേസ് ചർച്ചയായ സാഹചര്യത്തിൽ കൂടി ഡിവൈഎസ്പിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കോടതി പറയുന്നത്. 2 ആഴ്ചത്തേക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ എന്താണ് നിലവിലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് കോടതി അറിയിക്കണം. അതിനുശേഷമായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നതിൽ കോടതി ഒരു വ്യക്തത വരുത്തുകയുള്ളൂ. ഒരു പ്രതിയെയും രക്ഷിക്കാനാകില്ല. ഇനി എത്രമാത്രം ഈ പ്രതിക്കൊപ്പം ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിന്നാലും ഒരു പ്രതിയെയും രക്ഷിക്കാനാകില്ല. പോലീസ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുകൂടി കോടതി പറയുന്ന സാഹചര്യമുണ്ടായി. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിടുമെന്നുകൂടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒരു പക്ഷേ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുന്ന തരത്തിലേക്ക് സാഹചര്യം എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 22 വർഷത്തെ പരിചയ സമ്പത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്രമേൽ പ്രമാദമായ ഒരു കേസിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ പ്രാഥമികമായ ശ്രദ്ധ പോലും അതിൽ പുലർത്തിയില്ല എന്ന് കോടതിക്ക് നിരീക്ഷിക്കേണ്ടതായി വന്നിരിക്കുന്നു എന്നതാണ് പശ്ചാത്തലം. വാക്ക് തർക്കത്തെ തുടർന്ന് കോതമംഗലത്ത് യുവതിയെ ഭർത്താവ് വെട്ടിക്കൊന്നു. പിണ്ടിമന വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി ഉന്നതിയിൽ താമസിക്കുന്ന ചിറമേൽ സിനി ആണ് കൊല്ലപ്പെട്ടത്. കൈക്ക് മുറിവേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഭർത്താവ് ബിജു ബോബനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൊലയ്ക്ക് ശേഷം കൈത്തണ്ട മുറിച്ച ബിജു ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, ഒരു കൊലപാതകത്തിലേക്ക് ഈ വാക്കുതർക്കം എത്തുന്ന സാഹചര്യമുണ്ടായി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അഭിലാഷ്, ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് ഈ സിനിയെ വെട്ടേറ്റ നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിനിയും ഭർത്താവ് ബിജു ബോബനും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിൽ വാക്കത്തിക്കൊണ്ട് അവരുടെ കഴുത്തിൽ വെട്ടുകയായിരുന്നു ബിജു ബോബൻ ചെയ്തിരുന്നത്. തുടർന്ന് സിനി മരിച്ചതിന് ശേഷം ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ബിജു ബോബനെ ആശുപത്രിയിൽ കൈത്തണ്ട മുറിഞ്ഞ നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും 2 പേർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനി കോതമംഗലത്തെ ഒരു സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയാണ്. സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയുന്നത്. എന്നാൽ കോതമംഗലം പോലീസ് ബിജു ബോബനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിശദാംശങ്ങൾ, അതായത് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിനിടെയാണ് ഇത്തരത്തിൽ ബിജു ബോബൻ സിനിയെ പരിക്കേൽപ്പിച്ചതാണ്, വെട്ടിക്കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. എന്തായാലും ഈ ദമ്പതികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോതമംഗലം പിണ്ടിമനയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പിണ്ടിമന വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി കോളനിയിൽ താമസിക്കുന്ന ആളുകളാണ് ഈ സിനി ബിജുവും ഭർത്താവ് ബിജു ബോബനും. എന്തായാലും ബിജു ബോബനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം സിനിയുടെ മൃതദേഹം മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഇതിൽ ആജ്ഞ, ഈ ഒരു പശ്ചാത്തലം, അതായത് ഈ ബിജുവിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകാമെങ്കിൽ പോലും ഈ വാക്കുതർക്കം എന്ന് പറയുമ്പോൾ ഇവർക്കിടയിൽ കുടുംബ പ്രശ്നം സ്ഥിരമായിരുന്നോ? ഈ ബിജുവിൻ്റെ ഒരു സ്വഭാവം, അദ്ദേഹം മദ്യപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടായിരുന്നോ? ആ വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ ആജ്ഞ? അഭിലാഷ്, അത്തരം വിവരങ്ങൾ, അതായത് ബിജുവിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതുവരെയും പോലീസ് ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ 2 പേരും തമ്മിൽ വാക്കുതർക്കം നിരന്തരം ഉണ്ടായിരുന്നു എന്ന് അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തിയതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇത്തരം ചെറിയ ചെറിയ തർക്കങ്ങൾ, അതിങ്ങനെ കൊലപാതകത്തിലേക്ക് എത്തുന്നതല്ല, പക്ഷേ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള നിരീക്ഷണം തന്നെയാണ് അയൽവാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതും അയൽവാസികളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് പോലീസ് വ്യക്തമാക്കുന്നതും അങ്ങനെയാണ്. ആ ഒരു നിരീക്ഷണത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ ഈ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും ഇപ്പോൾ
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ ദമ്പതികൾ തമ്മിലുണ്ടായ തർക്കവും അതല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ മാനിക്കാത്ത തരത്തിലേക്ക് ഇത്തരം തർക്കങ്ങളും അത് കൊലപാതകത്തിലെത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ തികച്ചും സാധാരണമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മദ്യപാനത്തെ തുടർന്ന് കുടുംബത്തിലുള്ള അച്ഛനെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം തൃശ്ശൂര് അച്ഛനെ ജീവനാംശം നൽകുന്നതിനുള്ള അനുകൂല വിധി നേടിയ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ സംഭവം, അതിനു മുൻപ് മദ്യപാനത്തെ തുടർന്ന് മക്കളെയും ഭാര്യയും കൊലപ്പെടുത്തിയ സംഭവം, ഇത്തരം സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുടുംബ പശ്ചാത്തലങ്ങളിൽ അത്തരം കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ ഒരു വില കൽപ്പിക്കാതെ അതിനെ കൺസിഡർ ചെയ്യാതെ ഉള്ള ഇത്തരം സംഭവങ്ങൾ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്ന. അത്തരം ക്രൈമുകളുടെ എണ്ണം കൂടുകയാണ്. പ്രത്യേകിച്ചും കുടുംബ പശ്ചാത്തലത്തിൽ സംശയത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ സംശയിച്ചതിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, അതല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയായി കുടുംബത്തിലുള്ള ആൾക്കാരെ കൊലപ്പെടുത്തൽ, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നും തർക്കങ്ങളെ തുടർന്നുമുള്ള കൊലപാതകങ്ങൾ, നേരത്തെ സ്ത്രീധന പീഡനവും അതല്ലെങ്കിൽ മറ്റ് ഗാർഹിക പീഡന കൊലപാതകങ്ങളും എടുക്കുമ്പോഴും ഇത്തരമുള്ള കൊലപാതകങ്ങൾക്ക് കൂടിയുള്ള സ്പേസ് അത് കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. എണ്ണത്തിൽ വല്ലാതെ കൂടിക്കൂടി വരുന്നു എന്നുള്ളതും പുതിയ കണക്കുകൾ അത്തരത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരാഴ്ചയിൽ തന്നെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ജൂലൈ മാസത്തിൽ തന്നെ നടന്നിട്ടുള്ള ഇത്തരം കുടുംബ പശ്ചാത്തലത്തിലുള്ള കൊലപാതകങ്ങൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കുറച്ചുകൂടി ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ കേരളത്തിലേറെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ ഉള്ള അവയർനെസ്സും കൂടി വേണം എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ എന്തായാലും ഇത്തരമുള്ള ആളുകളെ, പ്രത്യേകിച്ചും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഈ ലഹരിക്ക് അടിമകളായിട്ടുള്ള ആളുകൾ, അവർ നടത്തുന്ന തർക്കങ്ങൾക്ക് അവസാനം ഇത്തരത്തിൽ ജീവൻ പൊലിയുന്ന കുടുംബങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യത്തിലും അതും അത്ര ആപ്ലിക്കബിൾ ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ദുരവസ്ഥ കേരളം ഫേസ് ചെയ്യുന്നുണ്ട്, അത് വാസ്തവമാണ്. പ്രത്യേകിച്ചും ക്രൈം റെക്കോർഡ്സ് അനുസരിച്ചിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ, അല്ല കൊലപാതക ശ്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വിവരങ്ങൾ അനുസരിച്ചും കുടുംബ പശ്ചാത്തലത്തിലുള്ള കൊലപാതകങ്ങൾ ഏറെയാണ്. അഭിലാഷ്, എന്തായാലും വാക്ക് തർക്കത്തെ തുടർന്നാണ് കോതമംഗലത്ത് യുവതിയെ ഭർത്താവ് വെട്ടിക്കൊന്നത് എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. പിണ്ടിമന വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി ഉന്നതിയിൽ താമസിക്കുന്ന ചിറമേൽ സിനി എന്ന യുവതിയാണ്. 46 വയസ്സാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്കിടയിൽ കുടുംബ വഴക്ക് സ്ഥിരമായിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്നുള്ളതാണ് പോലീസിന് പ്രാഥമികമായ വിവരം. അതിനിടെ കൈക്ക് മുറിവേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഭർത്താവ് ബിജു ബോബനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൊലയ്ക്ക് ശേഷം കൈത്തണ്ട മുറിച്ച് ബിജു ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു എന്നതാണ് പോലീസിന് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വിശദമായ പരിശോധനകൾ ഉൾപ്പെടെ ഈ കൊലപാതകം നടന്ന ഇടത്ത് ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തി വിശദമായ പരിശോധനകൾ തുടരുകയാണ്. കോട്ടയം കൂരോപ്പടയിൽ ആത്മഹത്യ ചെയ്ത ഒരു കുടുംബത്തിലെ 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ലാക്കാട്ടൂർ മറ്റപ്പള്ളി ചിറപ്പുറത്ത് വീട്ടിൽ തോമസ് എബ്രഹാം, ഭാര്യ ജോത്സ്ന തോമസ്, മക്കളായ മരിയ തെരേസ, അലൻ തോമസ് എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചത്. ഇക്കഴിഞ്ഞ 13-നാണ് ഇവരെ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണം എന്നാണ് പ്രാഥമിക വിവരം. നാട്ടുകാരുടെ ആവശ്യം നിജസ്ഥിതി പുറത്തു വരണം തീർച്ചയായും. കാരണം വെച്ചാൽ ഇതുപോലെ ദാരുണമായൊരു സംഭവം ഞങ്ങളുടെ ഈ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ല. 4 പേരാണ് മരിച്ചത്. ഒരു കുടുംബം തന്നെ ഇല്ലാതായി. അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇവരെ നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസ് കൃത്യമായി അന്വേഷിക്കണം. അവർക്കൊന്നും പോലീസിൻ്റെ അന്വേഷണം പോരാ. കാരണം ഇപ്പം ബഹുമാനായ MLA ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിലും ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് കർശനമായ അന്വേഷണം വേണം. നിജസ്ഥിതി പുറത്തു വരണം. ഇതിൻ്റെ പിന്നിൽ ആരാണേലും അവരെ പിടികൂടി പോലീസ് കൊണ്ടുവരണം. ഇതിൻ്റെ ദുരൂഹത എന്ന് പറയുന്നത് ഈ ഒരു വിഷയമാണ്. കാരണം ഏറ്റവും പ്രധാനമായി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇവരെ നയിച്ചത് എന്ത്? കാരണം ഇവർ ആത്മഹത്യയിലേക്ക് പോകണമെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകണ്ടേ? ആ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് ഈ ചിട്ടി ഇടപാടുകളുണ്ടോ, ഇവർക്ക് സ്വകാര്യമായ എന്തൊക്കെ ഉണ്ടോ എന്നുള്ളത് അത് നമ്മൾ നോക്കി നിജസ്ഥിതി എന്താണെങ്കിലും തിരിച്ചു പറഞ്ഞു. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ആത്മഹത്യയാണ്. ഒരു കുടുംബം ഈ സൂചിപ്പിച്ചതുപോലെ ഇല്ലാതാകുന്നു. ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടികളടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് BJP, കോൺഗ്രസ് ഒക്കെ ഇതിൽ പ്രത്യേക അന്വേഷണം തന്നെ നടത്തണം എന്നൊരാവശ്യം ഉയർത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ശ്രീജിത്ത്?
അഭിലാഷ്, ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതൊരു ആത്മഹത്യയിലേക്ക് നയിക്കാൻ തക്കവണ്ണം ഉണ്ടായിരുന്നോ എന്ന സംശയം നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജസ്ന, അതായത് കുട്ടികളുടെ മാതാവായ ജോസ്ന ജോലി ചെയ്തിരുന്ന സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളാണ്. അവിടുത്തെ ഒരു ജീവനക്കാരിക്കെതിരെ ചില പരാമർശങ്ങൾ ഇവർ നടത്തിയിരുന്നു. പക്ഷേ അത് തന്നെയാണോ, അവർ തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ല. കാരണം ഇവർക്ക് നിരവധി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. അതായത് ചില ഈ സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റ് ആയിരുന്നു ഈ വനിത, ഈ വീട്ടമ്മ. അതുമായി ബന്ധപ്പെട്ട പണം തിരികെ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അതിലേക്ക് എത്തിച്ചത് എന്നാണ്. എന്തായാലും കുടുംബം ഒന്നിച്ച് തീരുമാനിച്ചാണ് ആത്മഹത്യ ചെയ്തതെന്നാണ്. ഈ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഈ കുട്ടികളുടേതായ മൊഴികളുണ്ട്. അമ്മ മരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അമ്മ അങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ ഞങ്ങളും അതിന്റെ കൂടെ നിൽക്കും എന്ന ഈ പെൺകുട്ടി പറഞ്ഞു. അങ്ങനെയാണ് ഈ കുടുംബം ഒരുമിച്ച് ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഈ 13-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ഒടുവിലാണ് മകൻ അലൻ മരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഈ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ പിതാവിനും മാതാവിനും ഒക്കെ, പ്രത്യേകിച്ച് മാതാവിനുള്ളതാണ് ഒരു കാരണമായി വരുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ അവരെ ആരെങ്കിലും പറ്റിച്ചതാണോ, ഇതിന് പിന്നിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ, ഇതൊക്കെ പരിശോധിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ചാണ്ടിയുമ്മൻ MLA അടക്കം ഈ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇതൊരു ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ പോരാ, ഒരു സ്പെഷ്യൽ ടീമിനെ, ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ അല്ലെങ്കിൽ DYSP പോലുള്ള ഏതെങ്കിലും ഒരാളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പെഷ്യൽ എൻക്വയറി നടത്തണമെന്ന്. പക്ഷെ പോലീസിന്റെ കയ്യിൽ പലതരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സർക്കാരിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ അവരുടെ മൃതദേഹം പള്ളിയിൽ, ചേപ്പുംപാറ പള്ളിയിൽ പൊതുദർശനത്തിന്, പള്ളിയുടെ ഹാളുണ്ട്, പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 3 മണിയോടുകൂടി സംസ്കാരം ഉണ്ടാകും. ശ്രീജിത്ത്, ഇതിലിപ്പോൾ ഈ തോമസ് എബ്രഹാം 50 വയസ്സാണ്, ഭാര്യ ജോസ്ന തോമസ് 43 വയസ്സാണ്, മക്കളായ മരിയ തെരേസ തോമസ് 17, അലൻ തോമസ് 12 എന്നിങ്ങനെയാണ് മരണപ്പെട്ടവരുടെ പ്രായം. ഇങ്ങനെയൊരു സാമ്പത്തിക പ്രതിസന്ധി ഇവർക്കുണ്ടായിരുന്നതായി ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ പ്രദേശവാസികൾക്കോ ഇവരുടെ പരിചയക്കാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നോ ശ്രീജിത്ത്? അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അഭിലാഷ്, ചിലരൊക്കെ അത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അതൊരു അന്തിമമായ ക്ലാരിറ്റിയോടുകൂടിയുള്ള വിവരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഘട്ടത്തിൽ പലരും പലതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഒരു പ്രശ്നം വരുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പല പ്രതികരണങ്ങൾ വരുമല്ലോ. ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവരുടെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഇവരുടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഇവരുടെ കുടുംബം വലിയ കുടുംബമാണ്, അവരെ സഹോദരങ്ങളൊക്കെ ചേർത്തുകൊണ്ട് അത് തീർത്തതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് എത്രത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധി ആണ് ഉണ്ടായിരുന്നത്, അത് ഈ കുടുംബത്തിന് പരിഹരിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള വലിയ പ്രതിസന്ധി ആണോ ഉണ്ടായിരുന്നത്, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. നിലവിൽ എന്തായാലും പോലീസിന്റെ വിവരം അനുസരിച്ച് ഒരു ആത്മഹത്യ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കുറിപ്പടക്കം ഉണ്ട്. പക്ഷെ അതിന് ഈ പറയുന്ന കാരണങ്ങൾ, ആർക്കെങ്കിലും എതിരെ കേസ് ചുമത്താവുന്ന കാര്യങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ അപ്പോഴും ഈ പ്രാദേശിക ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലല്ല നാട്ടുകാർക്ക് തൃപ്തിയുള്ളത്. MLA അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടീം വേണം എന്നുള്ള കാര്യമാണ്. അതിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. അഭിലാഷ്, ഒപ്പം ചില റിപ്പോർട്ടുകളുണ്ടല്ലോ ശ്രീജിത്ത്, ഒരു ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടുണ്ട്, അതിലൊരു പേരുണ്ട്, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം എന്തെങ്കിലും ഹിന്റുകൾ, ഒരു സൂചനയോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? കാരണം ഇത് 13-ാം തീയതിയാണല്ലോ ഇവരെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ദിവസങ്ങൾ പിന്നിട്ടൊരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. അത് ബാങ്ക് സെക്രട്ടറിക്കെതിരെയാണ്, കൂരപ്പടയിലെ സഹകരണ ബാങ്ക് സെക്രട്ടറിക്കെതിരെയാണ്, ഒരു വനിതയ്ക്കെതിരെയാണ് ഇത്തരം പേര് പറയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ പണം ഇവരുടെ കൈവശം ബാങ്കിലേക്ക് അടക്കേണ്ട പണം അടയ്ക്കണമെന്ന ആവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചതെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്ന വിവരം. പോലീസിന് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ അവയാണ്. അതിൽ കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും അവർക്കെതിരെ ഇപ്പോൾ വന്നിട്ടില്ല. പോലീസ് അക്കാര്യത്തെ കുറിച്ച് വിശദമായി പരിശോധിക്കുന്നുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്ക് ഒരു പങ്ക് വന്നാൽ മാത്രമേ, ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക വായ്പ എടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കും എന്നുള്ളത് ബാങ്കുകൾ സ്വാഭാവികമായി ആവശ്യപ്പെടുന്ന കാര്യമാണ്.
അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബാങ്ക് ജീവനക്കാരി പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. പക്ഷെ അതും ഏതാണ്ട് ഒരുപാട് വലിയൊരു തുകയല്ല, ഏതാണ്ട് 3-3.5 ലക്ഷത്തിന്റെ കണക്കാണ് ചില നാട്ടുകാരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ബാങ്കിന്റെ കളക്ഷൻ ഏജന്റ് എന്നുള്ള നിലയിൽ ഈ വീട്ടമ്മയുടെ ഭാഗത്ത് നിന്ന് പണം ചിലർ തിരിമറി നടത്തി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിലൊരു അന്തിമമായ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അഭിലാഷ്, ഇതില് ഈ മരണകാരണം, ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ത് എന്നുള്ളതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അഭിലാഷ്, തീർച്ചയായും ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ മരണമാണ്, കൂട്ടാത്മഹത്യയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നതിൽ വ്യക്തത വരണം. ഒരു കുടുംബം ഇല്ലാതായി എന്ന് പ്രദേശവാസികളും ബന്ധുക്കളും ഒക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരുമിച്ച് പഠിച്ച കുട്ടികളടക്കം. അങ്ങനെ ഒരു നാടിൻ്റെ നോവായി മാറുമ്പോൾ അതിൻ്റെ കാരണം എന്ത് എന്നറിയണം എന്നതാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ആവശ്യം. തനിക്കെതിരായ അവഹേളനത്തിൽ PK ശ്രീമതി നിയമ നടപടിക്ക് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP, വനിതാ കമ്മീഷൻ എന്നിവർക്കാണ് പരാതി നൽകിയത്. വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും നിയമ നടപടി വേണം എന്നുമാണ് ആവശ്യം. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ അടിയന്തരമായി കർശന നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. വ്യാജ വാർത്ത ചെയ്തവർക്ക് എന്തു വന്നാലും മാപ്പില്ല എന്നാണ് PK ശ്രീമതി പറഞ്ഞത്. വാർത്ത നൽകിയ പലരും വിളിച്ച് കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. PT തോമസും മുൻപ് ചില വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് രോഗം ആയതിനാൽ നിയമ നടപടി എടുത്തില്ല എന്നും PK ശ്രീമതി പറയുന്നു. നിങ്ങളെല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുമ്പോൾ അതിന്റെ വസ്തുതകൾ ബന്ധപ്പെട്ട ആളുകളുമായി ഒന്ന് ചോദ്യം ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയും വരില്ല. ഇന്ന് എനിക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു എൻ്റെ കുടുംബത്തിനും കുടുംബത്തിലാകെ ഗ്രൂപ്പിൽ ഇതെന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് ചോദിച്ച് എനിക്കൊരു മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് മനസ്സാവാതെ അറിയുന്ന കാര്യമല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിൽ എത്തരുത്. ഒരു കുടുംബത്തിലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത് ഇച്ച കാര്യം വേണ്ടു. ഇതിലിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലക്ക്, അതുപോലെ DGPക്ക്, അതുപോലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവിക്ക്, ഇവർക്കെല്ലാം ഞാൻ പരാതി കൊടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി ഞാൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ അത് പരാതിയാണ്. ഇന്ന് നിയമപരമായിട്ട് തന്നെ എനിക്ക് ഇത്രയും സമൂഹത്തിൽ അങ്ങേറ്റം മാനക്കേട് ഉണ്ടാക്കിയതിൽ എതിരായിട്ട് അഭിമാനത്തിന് ഏറ്റവും വലിയ ക്ഷതം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്നുള്ള നിലയിൽ ഇത് ഉയർത്തിയവർക്കെതിരെ, ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാനാണ്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ഞാൻ വക്കീൽ അവിടെയുണ്ട്, എൻ്റെ കടലാസെല്ലാം എൻ്റെ കയ്യിലുണ്ട്. വ്യാജ വാർത്ത നൽകിയ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് CPIM പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ PK ശ്രീമതി പൊട്ടിക്കരഞ്ഞൊരു സാഹചര്യം ഉണ്ടാകുന്നു. അഭിമാനം എന്നത് എല്ലാവർക്കും വിലപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇവിടെ PK ശ്രീമതിയെ സംബന്ധിച്ചിടത്തോളം അവർ മുൻ മന്ത്രിയാണ്, CPIMന്റെ സമുന്നതയായ നേതാവാണ്, കേരളത്തിലെ അറിയപ്പെടുന്ന വനിതാ മുഖങ്ങളിൽ ഒന്നുകൂടിയാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരുമ്പോൾ ആ വാർത്തയുടെ സ്ഥിരീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രവുമല്ല, തികച്ചും അടിസ്ഥാന വിരുദ്ധമായൊരു വാർത്ത പുറത്തുവിടുന്നു. ആ വാർത്ത ബോധപൂർവമായി പ്രചരിപ്പിച്ചു എന്ന പരാതി കൂടിയാണല്ലോ ഉന്നയിക്കുന്നത്. ഇതിൽ നിയമപരമായ നടപടി അതിവേഗമുണ്ടാകും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? അഭിലാഷ്, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന വനിതാ നേതാക്കളിൽ ഒരാളാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. PK ശ്രീമതിക്കെതിരെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങളിലും ഒരു വാർത്താ മാധ്യമത്തിലുമൊക്കെ ചാനലിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിച്ചത്. PR കൃഷ്ണൻ എന്ന മുൻ MLAയുടെ ഭാര്യയാണെന്ന് ആരോപിച്ച് ആശ്രിത പെൻഷൻ കൈവശപ്പെടുന്നു, നിയമസഭ നൽകുന്ന ആശ്രിത പെൻഷൻ ശ്രീമതി തട്ടിയെടുക്കുന്നു എന്നായിരുന്നു വാർത്തയിലെ ആരോപണം. ഇത് ഗുരുതരവും അടിസ്ഥാനരഹിതമായ ആരോപണമെന്ന നിലപാടുമായി ഇന്നലെ PK ശ്രീമതി രംഗത്ത് വന്നിരുന്നു. അതേ തുടർന്നാണ് അവർ ഇന്ന് പരാതി നൽകിയത്. 2ാം കേരള നിയമസഭയിലെ അംഗമായിരുന്നു PR കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും PK ശ്രീമതി എന്ന് തന്നെയാണ്. ആ പേര് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി എന്ന് ആരോപിച്ചായിരുന്നു ഈ വാർത്ത വന്നത്. ഇതിനെതിരെ ഇവർ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വനിതാ കമ്മീഷനും ഒക്കെ പോലീസ് മേധാവിക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് അവരുടെ ആവശ്യം. ഈ 3 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയാണ് അവരുടെ പരാതി.
ജനൻ TV, കർമ്മ ന്യൂസ്, സുദിനം പത്രം, ഡെയിലി ഹണ്ട് എന്ന പ്ലാറ്റ്ഫോം ഇത്രയും ആളുകൾക്കെതിരെയാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. തന്റെ ഭർത്താവ് മരിച്ച് 10 മാസം പോലും തികഞ്ഞിട്ടില്ല. അതിനിടയിലാണ് മറ്റൊരാളുടെ ഭാര്യയാണ് താൻ ആ രീതിയിൽ പെൻഷൻ കൈപ്പറ്റിയ തരത്തിലുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ വാർത്ത വന്നത് അങ്ങേയറ്റം അവഹേളനപരമാണെന്ന് ശ്രീമതി നൽകിയ പരാതിയിൽ പറയുന്നു. ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അടിയന്തര നടപടിക്ക് മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ സംബന്ധിച്ച് PK ശ്രീമതിയുടെ പരാതി ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ചു. അടിയന്തര നടപടി, കർശന നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച പരാതി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. കടുത്ത നടപടി തന്നെ വേണം. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാവിനെതിരെ തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന വിഷയത്തിൽ ശക്തമായ നടപടി വേണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി VD സതീശൻ നൽകിയിട്ടുള്ളത്. തീർച്ചയായും അതോടൊപ്പം ഈ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധവും ഉണ്ടായല്ലോ അരുൺ. CPM ഇന്നലെ തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. CPM-ന്റെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാക്കൾ CS അടക്കമുള്ളവർ ശ്രീമതിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ചില സ്ഥാപനങ്ങളിലേക്ക് CPM നടത്തിയ പ്രതിഷേധ മാർച്ച്. വളരെ അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. PK ശ്രീമതിക്ക് നേരത്തെ തന്നെ MLA പെൻഷനുണ്ട്. അവർ പലതവണ MLA-യും ഒരു തവണ മന്ത്രിയുമാക്കിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ ആശ്രിത പെൻഷൻ കൂടി തട്ടിയെടുക്കുന്നു എന്ന ആരോപണമാണ് അതിൽ വാർത്തയിൽ വിവരാവകാശ രേഖയിൽ പറഞ്ഞിട്ടുള്ളത്. PK ശ്രീമതി എന്ന പേര് മാത്രമാണ്. PR കൃഷ്ണന്റെ ഭാര്യ PK ശ്രീമതി. അത് ഈ PK ശ്രീമതിയാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുൻ MLA ആണ് എന്ന ആരോപിച്ചുകൊണ്ടുള്ള വാർത്തയാണ് വന്നത്. അതാണ് തനിക്ക് അങ്ങേയറ്റം മാനഹാനി ഉണ്ടാക്കുന്നതാണെന്ന് ശ്രീമതി പറയുകയും അതിൽ ഒരു ഘട്ടത്തിൽ അവർ വളരെ ദുഃഖത്തോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടുകയും ചെയ്തത്. തീർച്ചയായും ഈ അരുൺ, ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അഭിമാനം എന്നത് എല്ലാവർക്കും വിലപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇത് വളരെ പ്രശസ്തയായ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരാൾക്ക് നേരെ ഒരു വാർത്തയുണ്ടാകുമ്പോൾ ആ വാർത്തയിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കുക എന്നത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും ചാനലുകൾക്കിടയിലാണെങ്കിലും മാധ്യമങ്ങൾക്കിടയിലാണെങ്കിലും ഉണ്ടാകുന്ന ഒരു മത്സരം, ആ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വാർത്തയിലെ വസ്തുത എന്ത് എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് അത് നൽകുന്ന ഒരു പശ്ചാത്തലം, ചില മാധ്യമങ്ങളെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളുടെ ജിഹ്വകൾ ആയി പ്രവർത്തിക്കുന്ന മറ്റൊരു സാഹചര്യം, ഇതൊക്കെ യഥാർത്ഥത്തിൽ സ്വയം നിയന്ത്രിക്കപ്പെടേണ്ടതിൻ്റെയും പരിശോധിക്കപ്പെടേണ്ടതിൻ്റെയും ആവശ്യകത കൂടിയാണല്ലോ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് അടിയന്തരമായ നടപടിയെടുക്കുമ്പോൾ പോലും മാധ്യമങ്ങൾക്ക് അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നത് ഭരണകൂടത്തിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ സ്വയം വിമർശനാത്മകമായി തന്നെ ഇതിനെ നേരിടേണ്ട ഒരു സമയം കൂടിയാണല്ലോ. കാരണം PK ശ്രീമതി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇത് മറ്റാർക്കും ഉണ്ടാകരുത്, തനിക്ക് മാത്രമല്ല പല ആളുകളും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നതാണ് വസ്തുതയെന്ന് അവർ പറഞ്ഞു വെക്കുന്നു. തീർച്ചയായിട്ടും അത്തരം വാർത്ത ചിലപ്പോൾ പലപ്പോഴും നൽകാൻ എല്ലാവരും നിർബന്ധിതരാകുന്നുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നു. ഈ ആരൊക്കെയാണ് പെൻഷൻ വാങ്ങുന്നത്. PK ശ്രീമതി തന്നെ അവർ MLA പെൻഷൻ വാങ്ങുന്നുണ്ട്. അതിന് പുറമെ ഒരു പെൻഷൻ കൂടി വാങ്ങുന്നില്ല. അത് മാത്രമല്ല അവരുടെ ഭർത്താവ് ആ രീതിയിൽ കേരളത്തിലെ MLA ആയിരുന്നില്ല എന്നൊരു സാമാന്യ ബോധം പോലും ഈ വാർത്ത ചെയ്ത ആളുകൾക്കുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അത് CPM കരുതുന്നത് തെറ്റായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ല. കാരണം ഈ വിവരാവകാശ രേഖ എടുത്തയാൾ ഒരു കുറിപ്പ് ഇവരൊപ്പം നൽകുന്നു. അതിൽ തന്നെ PK ശ്രീമതി എന്നത് കൃഷ്ണന്റെ ഭാര്യ, PR കൃഷ്ണന്റെ ഭാര്യയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം. PR കൃഷ്ണൻ MLA ഉണ്ടായിരുന്ന വസ്തുതയാണ്. അതിൽ PK ശ്രീമതി എന്നയാൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണോ എന്ന സ്ഥിരീകരണം വേണം. മാത്രമല്ല ഈ CPM നേതാവ് PK ശ്രീമതി ഭർത്താവിന്റെ പേര് മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സ്ഥിരീകരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിവരാവകാശ രേഖ എടുത്തയാൾ മാധ്യമങ്ങൾക്ക് വാർത്ത കൈമാറിയത്. പക്ഷേ മാധ്യമങ്ങൾ അതിൽ മറ്റൊരു തരത്തിലൊന്നുകിൽ ആ വാർത്തയുടെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടും ഈ രാഷ്ട്രീയ പ്രേരിതമായി അത് പ്രയോഗിച്ചു എന്ന ഒരു വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. PK ശ്രീമതിയും CPM ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത്. ഏതെങ്കിലും തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിൽ വന്നുപോയ ഒരു വാർത്തയല്ല. വളരെ കൃത്യമായ ഒരു CPM നേതാവിനെ, ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവിനെ അപകീർത്തിപ്പെടുത്തുക ലക്ഷ്യത്തോടുകൂടിയുള്ള വാർത്തയായാണ് CPM ഇതിനെ കാണുന്നത്. അതുതന്നെയാണ് CPM സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതായി വിവരം ലഭിക്കുന്നത്. മാത്രമല്ല PK ശ്രീമതി അത് തന്നെയാണ് ആരോപിക്കുന്നത്. മനഃപൂർവ്വം ഒരു CPM നേതാവിനെ, വനിതാ നേതാവിനെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. വാർത്തകളിൽ തെറ്റുണ്ടാകാം, പിശകുകളുണ്ടാകാം, ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചതെന്നാണ് പ്രാഥമികമായി നമുക്ക് ആ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് VV അരുൺ നൽകിയത്. സൂചിപ്പിക്കുന്ന പോലെ തെറ്റായൊരു വാർത്ത, ആ വാർത്ത നൽകുകയും അത് ബോധപൂർവമായി തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയുടെ ഉള്ളടക്കം. മുൻ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തകർക്കെതിരായ കേസ് അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്ന DGPയുടെ റിപ്പോർട്ട്.
സ്വന്തം ഓഫീസ് ജീവനക്കാരെ ദുരുപയോഗം ചെയ്തതിനൊപ്പം കേസ് ഡയറി അട്ടിമറിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. അജിത് കുമാറിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയ വിശദമായ സസ്പെൻഷൻ ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയത്. അതേസമയം തനിക്കെതിരായ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്യാനാണ് അജിത് കുമാറിന്റെ നീക്കം. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, ഈ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ അതിൽ എന്ത് പിഴവുകളാണ് സംഭവിച്ചിട്ടുള്ളത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ എന്ന് വിവരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ സസ്പെൻഷൻ ഉത്തരവിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സസ്പെൻഷൻ ഉത്തരവ്. നേരത്തെ നമ്മൾ അക്കാര്യം സൂചിപ്പിച്ചതാണ്, ഒരു കുറ്റപത്രത്തിൻ്റെ സ്വഭാവത്തിൽ ആണ് ഈ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്തൊക്കെ ഗുരുതരമായ തെറ്റുകൾ അജിത് കുമാറിന് സംഭവിച്ചു എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ നിലയിൽ ഒരു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഈ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടുതൽ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ്. സാധാരണ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് പിഴവ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി ഉത്തരവുകൾ ഇറങ്ങാറുണ്ട്. ഒരു ADGPയെ സസ്പെൻഡ് ചെയ്യുമ്പോൾ കാര്യകാരണ സഹിതം ഈ ഉത്തരവിൽ വിശദീകരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഔദ്യോഗിക കൃത്യനിർവഹണം അതിൽ വീഴ്ച വരുത്തിയെന്നത് തന്നെയാണ്. കേസ് ഡയറി തിരുത്താൻ ശ്രമിച്ചു, ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു തുടങ്ങി ഈ മർദ്ദന കേസുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിൻ്റെ വഴിവിട്ട ഇടപെടലുകൾ, ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് അടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഈ SITയുടെ റിപ്പോർട്ട് DGP കിട്ടുന്നത്. DGP അത് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുന്നതിന് മുൻപ് തന്നെ ചില ക്ലാരിറ്റിക്ക് വേണ്ടി വീണ്ടും SITക്ക് കൈമാറിയിരുന്നു. അതിനുശേഷമാണ് വലിയൊരു വിവാദ സംഭവമായതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അജിത് കുമാറിൻ്റെ പ്രധാനപ്പെട്ട വാദം ഈ സംഭവം നടക്കുമ്പോൾ താൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, വയനാട്ടിലായിരുന്നു എന്ന ഒരു വിശദീകരണമാണ് അജിത് കുമാർ നൽകിയത്. പക്ഷേ അജിത് കുമാർ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടാൻ സാധിച്ചില്ല എന്ന് കരുതുക വയ്യ. അദ്ദേഹത്തിൻ്റെ പദവി ദുരുപയോഗം ചെയ്തു. ഇതിലെ ഉദ്യോഗസ്ഥരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പലപ്പോഴായി ഈ കേസിൽ ഇടപെടുകയും കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തുകയും മൊഴികളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ തന്നെ താല്പര്യപ്രകാരമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കാൻ, ആദ്യത്തെ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തു വന്നിരിക്കുന്നത്. അതുതന്നെയാണ് സസ്പെൻഷൻ ഓർഡറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. അഭിലാഷ്, ഇങ്ങനെ ഒരു സസ്പെൻഷൻ നടക്കുമ്പോൾ തീർച്ചയായും അജിത് കുമാറിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം കരിയറിൽ സംഭവിക്കുന്നുണ്ട്. DGPയായി അദ്ദേഹം സ്ഥാനക്കയറ്റം കാത്തിരിക്കുകയാണ്. നിതിൻ അഗർവാൾ ഈ മാസം അവസാനം വിരമിക്കുന്നുണ്ട്. ആ പദവിയിലേക്ക്, ഒഴിയുന്ന DGP തസ്തികയിലേക്ക് വരേണ്ട ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ. അവിടേക്ക് ശ്രീജിത്ത് ഒരുപക്ഷെ വന്നേക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ അവിടെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. ഒരുപക്ഷെ ശ്രീജിത്തിനെ ഇപ്പോൾ DGP ആക്കിയാലും പിന്നീട് അജിത് കുമാർ ഈ കേസിൽ നിന്ന് ഒഴിവായി, സസ്പെൻഷൻ ഒഴിവായി വരുമ്പോൾ DGP പദവി നൽകേണ്ടതുണ്ട്. ആ സമയത്ത് ശ്രീജിത്തിനെ വീണ്ടും ADGPയായി മാറ്റി നിയമിക്കേണ്ടി വരും. അങ്ങനെ ഒരു നിയമപ്രശ്നത്തിലേക്ക് പോകാതെ ഈ തസ്തിക ഒഴിച്ചിടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. അജിത് കുമാറിന് മുന്നിലുള്ള വഴി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുക എന്നതാണ്. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. നേരത്തെ ഹെൽത്ത് ഡയറക്ടർ റീനയെ ഇങ്ങനെ സർക്കാർ സ്ഥലം മാറ്റിയപ്പോൾ അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും അവിടെ നിന്ന് അനുകൂല വിധി വാങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെതിരെ ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കുകയും പിന്നീട് റീനയെ മാറ്റിക്കൊണ്ടുള്ള ആ ഉത്തരവ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ തീരുമാനം നടപ്പാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അജിത് കുമാറിന് കോടതി കയറി ഇറങ്ങി നടക്കാനുള്ള ഒരു താല്പര്യമുണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുമ്പോൾ. പക്ഷേ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് അജിത് കുമാറിനുള്ള ഏക വഴി അതുമാത്രമാണ്. അദ്ദേഹത്തിന് അവസരം നഷ്ടപ്പെടാതിരിക്കാനുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ DGPയായി തിരികെ വരാനുള്ള ഒരു അവസരമായി അദ്ദേഹത്തിന് മുന്നിൽ അവശേഷിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുക എന്നതാണ്. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ കൂടിയുണ്ട് അഭിലാഷ്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ തന്നെ ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് SFIക്കാരി ഈ പട്ടികയിൽ ഉൾപ്പെട്ടു. അതുകൊണ്ട് അവരെ ഒഴിവാക്കണമെന്ന് KSUവിൻ്റെ വാദമുണ്ടായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയും KSUവും തർക്കത്തിലേർപ്പെടുന്ന നിലയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് KSU സംസ്ഥാന അധ്യക്ഷനെ മുഖ്യമന്ത്രി കണ്ടിരുന്നെങ്കിൽ പോലും ആ ആവശ്യം അംഗീകരിച്ചില്ല. SFIയിൽ ഉൾപ്പെട്ട ആ വനിതയെ കൂടി ചേർത്തുകൊണ്ട് തന്നെയാണ് പ്ലീഡർമാരുടെ പട്ടിക അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അവിടെയാണ് മറ്റൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊരു സൂചന പുറത്തു വന്നത്. അവിടെ KC വേണുഗോപാൽ എടുത്ത നിലപാടിനെ കുറിച്ചാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ മർദ്ദനത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ, അത് അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർശന നടപടി വേണമെന്ന് KC വേണുഗോപാൽ ഒരു നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ തർക്കത്തിലേക്ക് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി വലിയൊരു തർക്കത്തിലേക്ക് മുഖ്യമന്ത്രി പോകാൻ ആഗ്രഹിച്ചതുമില്ല. ഈ സസ്പെൻഷൻ ഓർഡർ അത് വെച്ച് താമസിപ്പിച്ചു അല്ലെങ്കിൽ സസ്പെൻഡ്
ചെയ്യാൻ കാലതാമസം വരുത്തിയെന്ന് വലിയ തോതിൽ ഒരു വശത്തു നിന്ന് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലാകുന്ന നിലയിലേക്ക് ചർച്ചകൾ വഴിമാറിയിരുന്നു. അവിടെയാണ് കെ.സി. വേണുഗോപാലിന് കീഴിലേക്ക് ഈ യുവജന സംഘടനകൾ കൂടുതൽ അണിനിരക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയത്. അവിടെ ഇതാ പെട്ടെന്ന് തന്നെ സസ്പെൻഷൻ ഓർഡർ പുറത്തു വന്നിരിക്കുന്നു. എം.ആർ. അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത അടഞ്ഞിരിക്കുന്നു. അഭിലാഷ്, തീർച്ചയായും അവിടെ സൂചിപ്പിക്കുന്ന പോലെ അതിൻ്റെ ഒരു രാഷ്ട്രീയം ആണ് പ്രധാനമായും വിനോദ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. പക്ഷേ വിനോദ് ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സർക്കാർ വലിയ വിമർശനം ഏറ്റുവാങ്ങിയ ഒന്നായിരുന്നു ആ രക്ഷാപ്രവർത്തനം എന്ന് നമുക്കറിയാം. അവിടെ ആ രക്ഷാപ്രവർത്തനത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചോ അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നോ അതെല്ലാം പരിശോധിച്ച് അതിൽ അട്ടിമറി എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പശ്ചാത്തലം. അവിടെയും DGP നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലാണ് ADGPയുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ചില ഡിജിറ്റൽ തെളിവുകളടക്കം, അതായത് താൻ പറഞ്ഞ രീതിയിൽ തന്നെ കേസ് അവസാനിപ്പിക്കണം എന്ന് കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശമടക്കം നൽകി ADGP എന്നതിൻ്റെ തെളിവുകളടക്കം ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണല്ലോ. ഇവിടെ ട്രൈബ്യൂണലിനെ സമീപിച്ചാൽ പോലും അത്ര എളുപ്പമാകില്ല ഒരു പക്ഷേ നിരപരാധിയെങ്കിൽ അത് തെളിയിക്കുക എന്നുള്ളത് എന്നല്ലേ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായി വരുന്നത് ഈ ഒരു സസ്പെൻഷൻ ഉത്തരവിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ. അഭിലാഷ്, തീർച്ചയായും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഈ രണ്ടാമത്തെ SIT-യിൽ അതിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ ആദ്യ കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. അതിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അതായത് തങ്ങൾക്ക് മേൽ അത്രമാത്രം സമ്മർദ്ദമുണ്ടായിരുന്നു. അജിത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള സമ്മർദ്ദം ആദ്യത്തെ സംഘത്തിലെ ഉദ്യോഗസ്ഥർ നേരിട്ടിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് DGPക്ക് ഈ രണ്ടാമത്തെ റിപ്പോർട്ട് പോകുന്നത്. മാത്രമല്ല അജിത് കുമാറിനെ സംബന്ധിച്ച് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന നിലയിലേക്ക് അജിത് കുമാറിൻ്റെ സമീപനങ്ങൾ പലപ്പോഴും പോയിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. കാരണം തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടെ ഈ മർദ്ദനം മാത്രമല്ല, പലപ്പോഴും RSS നേതാക്കൾ ദത്താത്രേയ ഉൾപ്പെടെയുള്ള നേതാക്കളെ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പേരിൽ വലിയ വിവാദമുണ്ടാകുന്നു. അവിടെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ പേരിൽ മറ്റാരുമല്ല CPI ആണ്, LDF-ലെ ഒരു ഘടകകക്ഷിയാണ് അജിത് കുമാറിനെതിരെ രംഗത്ത് വരുന്നത്. അജിത് കുമാറിനെ മാറ്റണം എന്ന ആവശ്യം, ADGP ലോ ആൻഡ് ഓർഡറിൽ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ ഒഴിവാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് CPI ആണ്. ആ തരത്തിൽ ഭരണകക്ഷിക്കകത്തു നിന്ന് തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോഴും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിനേക്കാൾ ആവേശത്തിൽ സർക്കാരിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ അജിത് കുമാർ ചാടിപ്പുറപ്പെട്ടു എന്നതാണ്. മറ്റൊന്ന്, പോലീസ് സേനയിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, കാലത്തിൻ്റെ കാവ്യനീതി എന്നത്. നമുക്കറിയാം എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ്, അതിലെ പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്ന് പിടികൂടിക്കൊണ്ടുവരുമ്പോൾ അന്ന് IG ആയിരുന്ന P. വിജയൻ ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി എന്ന ഒരൊറ്റ കാര്യം പറഞ്ഞാണ് വിജയനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടി അജിത് കുമാർ അന്ന് റിപ്പോർട്ട് നൽകുന്നത്. അന്ന് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിജയനെ സസ്പെൻഡ് ചെയ്യുന്നു. സാധാരണ നിലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ അതിൽ വലിയ ഈഗോ ഉണ്ടായി എന്നതാണ് അജിത് കുമാറിനെ സംബന്ധിച്ച്. ആ കേസ് താൻ വഴി മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നൊരു തോന്നലുണ്ടായിരുന്നു എന്ന ചില പ്രതീതിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഏതായിരുന്നാലും വിജയനെ അന്ന് സസ്പെൻഡ് ചെയ്തപ്പോൾ വിജയന് നഷ്ടമായത് വളരെ പെട്ടെന്ന് അദ്ദേഹം തൊട്ട് മുമ്പിൽ ADGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള ഒരു സമയമായിരുന്നു. ആ അവസരം നഷ്ടപ്പെട്ടിരുന്നു. പിന്നീടാണ് അദ്ദേഹം ADGP ആയത്. ഇപ്പോൾ അന്ന് അജിത് കുമാർ ഏത് പോസ്റ്റിലാണോ വന്നത് ആ ഒരു പോസ്റ്റിലേക്ക്, ADGP ലോ ആൻഡ് ഓർഡർ പോസ്റ്റിലേക്ക് വിജയൻ എത്തുകയും ഇതേ അജിത് കുമാർ DGP സ്ഥാനക്കയറ്റം കയറാൻ നിൽക്കുമ്പോൾ ഈ മർദ്ദനത്തിൻ്റെ പേരിൽ സസ്പെൻഷനിലാവുകയും അദ്ദേഹത്തിൻ്റെ DGP സ്ഥാനം നഷ്ടമാവുകയും ചെയ്യുന്നു. അങ്ങനെ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊരു കാര്യം പോലീസ് സേനയ്ക്കകത്ത് ഇപ്പോൾ അംഗങ്ങൾ പറയുന്നുമുണ്ട്. അഭിലാഷ്, ADGP MR അജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു, ചില മാറ്റങ്ങൾക്ക് നിർദ്ദേശിക്കുന്നു. അതുപ്രകാരം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയെ പറ്റിയൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് പോലും ഉദ്യോഗസ്ഥർ പഴി കേൾക്കേണ്ടി വന്ന സാഹചര്യം. ഇങ്ങനെ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു സസ്പെൻഷൻ ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നതാണ്. DGP എന്ന നിലയിൽ അജിത് കുമാറിൻ്റെ വഴിയടയുന്നു എന്നുകൂടിയാണ് ഈ സസ്പെൻഷൻ ഉത്തരവിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. താരസംഘടനയായ അമ്മയിൽ ശ്വേതയ്ക്കെതിരെ പടയൊരുക്കം. തെരഞ്ഞെടുപ്പ് വേണോ, ശ്വേത തുടരണോ എന്നതിൽ അഭിപ്രായ രൂപീകരണത്തിനാണ് ശ്രമം. അമ്മ പെൺമക്കൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആണ് ഈ നീക്കം. ഗ്രൂപ്പിലെ ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. ശ്വേതയെ നേരത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഇലക്ഷൻ വേണം എന്ന് എഴുതാം, ശ്വേത തുടരണം എന്ന് എഴുതാം, അങ്ങനെ എഴുതാം.
ക്ലാരിറ്റിയോടെ എഴുതാൻ പറ്റും. ഇതെന്തൊക്കെയോ പോളൊക്കെ ഇടുന്ന പരിപാടി ഉണ്ട്, അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഗീത വിജയൻ അങ്ങനെ ആർക്കെങ്കിലും അറിയാമോ? പോളൊക്കെ ഇടാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ പറ്റുമല്ലോ, നവ്യൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയൂ. നോമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നോമി, വാട്സപ്പ് ഗ്രൂപ്പിൽ ആണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. അത് വനിതകളുടേത് മാത്രം ആയ ഒരു പ്ലാറ്റ്ഫോമിൽ ആണോ ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത്? അതെ അഭിലാഷ്, അമ്മ സംഘടനയിലെ വനിതകൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ പേര്. അതിലെ ചാറ്റിലാണ് അല്ലെങ്കിൽ അതിലാണ് ഇപ്പോൾ ഒരു പോള് നടക്കുന്നത്. അതായത് സ്ത്രീകളുടെ ഒരു അഭിപ്രായം എന്താണ്? ശ്വേതാ മേനോന്റെ ഭരണസമിതി തന്നെ തുടരണമോ അതോ ശ്വേതാ മേനോനെ മാറ്റുന്നതിന് വേണ്ടി പുതിയ ജനറൽ ബോഡി ചേരുമ്പോൾ ജനറൽ ബോഡി ചേരണമോ, തിരഞ്ഞെടുപ്പ് വേണോ എന്നുള്ളതാണ് ഈ പോളിൽ കൂടി ഈ സ്ത്രീകളെല്ലാവരും കൂടി ഒരു ഒപ്പുശേഖരണം എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു അഭിപ്രായ ശേഖരണം നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് മുതലാണ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഈ വാട്സപ്പ് ഗ്രൂപ്പായിട്ടുള്ള അമ്മയുടെ പെൺമക്കളിൽ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷെ അവർ നേരത്തെ തന്നെ നമുക്കറിയാം ഈ ജനറൽ ബോഡിയിൽ തന്നെ ഈ ഭരണസമിതി മാറണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു, വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് സംഘടന കടക്കും എന്നീ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിനിടയിലാണ് ശ്വേതാ മേനോൻ കോടതിയെ സമീപിക്കുകയും അനുകൂലമായൊരു വിധി സമ്പാദിക്കുകയും ചെയ്തത്. അതിനെ തുടർന്ന് അഡ്ഹോക് കമ്മിറ്റി പിരിച്ചുവിടുകയും പിന്നീട് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള രാജിവെക്കാത്ത, ലക്ഷ്മിപ്രിയ അടക്കമുള്ളവർ രാജിവെക്കാത്ത ആളുകൾ ചേർന്നുകൊണ്ടുള്ള ബാക്കിയുള്ള ആളുകൾ ചേർന്നുള്ള ഒരു കമ്മറ്റി അതിന്റെ വാർത്തയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ CJP പ്രവർത്തകരുമായി ചർച്ച നടത്തിയിരുന്നു നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം അവർ പ്രതികരിക്കുകയാണ്. उनमें से 2 डिमांड कॉम्पनसेशन और FIR का विड्रॉल और सॉवरेन गारंटी, उस पे सरकार पॉजिटिव है। और रिजाइन साथ हमने एक और चीज, रिजाइन का हम लोग बोल रहे हैं, साथ एक और चीज हुआ है। हम लोगों ने बोला कि दिल्ली पुलिस के द्वारा बहुत सारे यंग लड़के लड़कियां जो युवा है इस देश के, उनको कल रात से पूरे दिन और आज भी डिटेन किया जा रहा है कोई भी रीजन के बगैर। वो लोग जो जंतर मंतर से निकल के घर जा रहे हो, वो लोग जो जंतर मंतर के तरफ आ रहे हो, एंड वो लोग जो जैसे खाना पहुंचा रहे हो, ऐसे यंग लोगों को डिटेन कर रही है, लॉयर्स के साथ धक्का मुक्की कर रही है। जब हमने ये बताया सरकार को कि ऐसा नहीं होना चाहिए क्योंकि ट्रस्ट डेफिसिट है लोगों के अंदर, उन्होंने बोला कि ऐसा कुछ तो नहीं हो रहा है, लेकिन अगर हो रहा है तो उन्होंने आश्वासन दिया है कि ऐसा नहीं होगा एंड दिल्ली पुलिस को वो बस बोलेंगे ऐसा नहीं करने को। अब हम बताएंगे कि क्या हुआ। धक्का मत मारो। सरकार डेलीगेशन से विस्तृत चर्चा हुई है। हमने सरकार को बहुत साफ शब्दों में ये बताया है कि धर्मेंद्र प्रधान जी के इस्तीफे या कुछ भी मंजूर नहीं होगा। पूरे देश भर में इस समय जहां अलग अलग आंदोलन चल रहे हैं, पूरे देश के युवाओं में जो गुस्सा है, जो आक्रोश है, एक सेंटीमेंट है, वो बहुत क्लियर सेंटीमेंट है that धर्मेंद्र प्रधान has to resign और he needs to be sacked। सरकार से इस बारे में विस्तृत चर्चा हुई है। सरकार ने इस मुद्दे पर, इस पॉइंट पर जवाब देने के लिए कल दोपहर तक का समय मांगा है। हमने सरकार को बता दिया है कि पूरे देश भर में इस समय प्रदर्शन चल रहे हैं, जो प्रदर्शन बढ़ते जाएंगे, और अगर हमें जल्द ही धर्मेंद्र प्रधान का इस्तीफा या बर्खास्ती नहीं मिली तो ये प्रदर्शन और व्यापक होंगे और जल्द ही कॉकरोच जनता पार्टी को एक और नेशनल कॉल देना होगा। हम उम्मीद करते हैं कि सरकार जल्द से जल्द धर्मेंद्र प्रधान को बर्खास्त करेगी या वो इस्तीफा देंगे और इस मामले को हम एक कंक्लूजन की ओर लेकर जा पाएंगे। आपने सरकार को कोई मोहलत दिया है, टाइम दिया है क्या? टाइम दिया है क्या सरकार को रिजाइन के लिए, समय के लिए? सरकार ने कॉम्पनसेशन पे और लीगल केसेस पे इन प्रिंसिपल एग्रीमेंट जताया है, पॉजिटिव है।
धर्मेंद्र प्रधान की रेजिग्नेशन को लेकर कल सरकार ने फिर से समय मांगा है। कल दिन में सरकार से फिर मुलाकात होगी और हमें उम्मीद है कि कल धर्मेंद्र प्रधान जी का इस्तीफा लिया जाएगा। हमने सरकार को बता दिया है कि ये आंदोलन बहुत बड़ा हो रहा है, नेशनली स्प्रेड हो रहा है और जल्द ही अगर समाधान नहीं निकाला गया तो सीजेपी को फिर से एक और नेशनल कॉल देना होगा। കേന്ദ്ര സർക്കാരുമായി CJP പ്രതിനിധികൾ നടത്തിയ ചർച്ച, അതിനുശേഷം അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. CJPയുടെ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം അവർ മന്ത്രിമാർക്ക് കൈമാറി. രണ്ട് ആവശ്യങ്ങളിൽ അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് ഇപ്പോൾ CJP പ്രവർത്തകർ പറയുന്നത്. ഒന്ന് നഷ്ടപരിഹാരം നൽകുന്നത്, മറ്റൊന്ന് ഈ പോലീസ് നടപടി, കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ പിൻവലിക്കും എന്നുള്ളതാണ്. അതേസമയം രാജി ആവശ്യം, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ CJP പ്രവർത്തകർ. മുട്ടിൽ മരംമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി റദ്ദാക്കി. അനധികൃതമായി മരം മുറിച്ചു വിൽപ്പന നടത്തിയതിന് അമ്പലമേട് പോലീസ് എടുത്ത കേസ് റദ്ദാക്കാനാകില്ല എന്ന് കോടതി അറിയിച്ചു. പ്രതികൾക്കെതിരെ കൂട്ടായ വിശ്വാസവഞ്ചന കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കും. വിചാരണ നേരിടണം എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസിൽ നേരത്തെ അഗസ്റ്റിൻ സഹോദരങ്ങൾ ചോറ്റാനിക്കര കോടതിയെ സമീപിച്ചിരുന്നു. ചോറ്റാനിക്കര കോടതി ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, വീണ്ടും അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടിയാണ്, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, അമ്പലമേട് പോലീസ് എടുത്ത കേസാണ്. അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതികൾ കോടതിയിൽ ഹർജി നൽകിയത്. ഇത് നേരത്തെ ചോറ്റാനിക്കര കോടതി തള്ളിയിരുന്ന കേസാണ്, ഹർജിയാണ്. അതേ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. വനംവകുപ്പിന്റെ പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മരം വിൽക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് വയനാട്ടിൽ നിന്നും അതിർത്തിയിൽ നിന്നും അനുമതിയില്ലാതെ മുറിച്ചെടുത്ത മരം വിൽക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കേസ്. അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ തടി വിൽക്കാൻ ശ്രമിച്ചത്. ഹർജി തള്ളിയത് വിചാരണ നേരിടാനുള്ള കുറ്റങ്ങൾ കണ്ടെത്തിയതോടെയാണ് ഈ ഹർജി തള്ളുന്ന ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നത്. മരം വിൽക്കാനായി ശ്രമിച്ചത് അലിയാർ എന്ന് പറയുന്ന ആൾക്കാണ് മരം വിൽക്കാനായി ശ്രമിച്ചത്. തുടർന്ന് അലിയാർ നൽകിയ പരാതിയിലാണ്, അതായത് ഈ പാസുണ്ട്, വനംവകുപ്പിന്റെ പാസുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അലിയാർക്ക് മരം വിറ്റത് എന്നുള്ളതാണ് അലിയാറുടെ പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് ഈ അമ്പലമേട് പോലീസ് കേസെടുക്കുകയും തുടർന്ന് കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾ ചോറ്റാനിക്കര കോടതിയെ സമീപിച്ചതും അങ്ങനെയാണ്. ചോറ്റാനിക്കര കോടതി ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് ഇപ്പോൾ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, വിചാരണ നേരിടാനുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അങ്ങനെയാണ്. അതുകൊണ്ട് ഈ വിശ്വാസവഞ്ചന കുറ്റം നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. അഗസ്റ്റിൻ സഹോദരങ്ങൾ വിചാരണ നേരിടണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതായത് ആജ്ഞ സൂചിപ്പിക്കുന്ന പോലെ നേരത്തെ ചോറ്റാനിക്കര കോടതി തള്ളിയ ആവശ്യം തള്ളിയിരുന്നു. അതിനുശേഷമാണ് ഹൈക്കോടതി. ഇപ്പോൾ ഹൈക്കോടതി വിലയിരുത്തുന്നതും ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ വഞ്ചന നടന്നിരിക്കുന്നു എന്ന ഒരു സൂചനയിലേക്ക് തന്നെയാണല്ലോ കോടതി. കൂട്ടായ വിശ്വാസവഞ്ചന, അങ്ങനെയാണ് കോടതി നിരീക്ഷിക്കുന്നത്, അല്ലേ? കാരണം ഈ പാസ് നൽകി, വനംവകുപ്പിന്റെ പാസ് ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണ് അലിയാർ മരം വയനാട്ടിൽ നിന്ന് മുറിച്ചു എന്ന് പറയപ്പെടുന്ന മരം വിറ്റത്. അതിനെ തുടർന്ന് അലിയാറിന്റെ പരാതിയിലാണ് ഈ അമ്പലമേട് പോലീസ് കേസെടുത്തതും. തുടർന്ന് ഇത് അതായത് പ്രതിസ്ഥാനത്തുള്ളവർ പോലീസ് പരാതിക്കെതിരെ ചോറ്റാനിക്കര കോടതിയെ സമീപിക്കുകയും കോടതി ആ കേസ് തള്ളുകയും ചെയ്തു. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനും ഹൈക്കോടതിയുടെ നിരീക്ഷണം വിചാരണ നേരിടണമെന്ന് തന്നെയാണ്. വിശ്വാസവഞ്ചന കുറ്റം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇതിൽ പാസുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആ മരം മറ്റൊരാൾക്ക് നൽകിയത്, അതിന്റെ വിൽപ്പന നടത്തിയത്. അതിൽ വഞ്ചന കുറ്റം നിലനിൽക്കുന്നത്. അതുകൊണ്ട് വിചാരണ നേരിടണമെന്നുള്ള കുറ്റം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയതും അത് ഇവരുടെ ഹർജി തള്ളണമെന്ന ആവശ്യം നിരാകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. മുട്ടിൽ മരമുറി കേസിലാണ് അഗസ്റ്റിൻ സഹോദരങ്ങൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിലാണ് കോടതിയുടെ നടപടി. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഗസ്റ്റിൻ സഹോദരങ്ങൾ ഹർജി നൽകിയിരുന്നു. നേരത്തെ സമാനമായ ആവശ്യം ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റ് കോടതി ഈ ആവശ്യം തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകുന്നത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.